ഹലോ ആർമീസേ, ഞാൻ കുറച്ച് ലേറ്റായി പോയി നമ്മുടെ എപ്പിസോഡ് ഇടാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഇഷ്ടംപോലെ കമൻസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇത്രയും കമൻസ് വരുമെന്ന് സത്യമായിട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത എപ്പിസോഡിലോട്ട് പോവാം. ഓക്കെ. ഇതേ സത്യം പറഞ്ഞാൽ ആ ചേട്ടന്മാരില്ലായിരുന്നെങ്കിൽ ഇന്നലെ പെട്ടുപോയനല്ലേ. അത് ശരിയാടാ. അല്ല, നമ്മളിങ്ങനെ കോളേജിൽ പോവും. ഇന്നലെ വന്നതേ നൈറ്റാ, അതുകൊണ്ട് വന്ന വഴികൾ പോലും കാണാൻ പറ്റിയില്ല. എന്തോ ചെയ്യും നമ്മള്? ഓ, അത് ശരിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അവരെ വിളിച്ചാലോ? ആകെ ഇവിടെ അറിയാവുന്നത് അവര് മാത്രമാണ്. അത് ശരിയാടാ. നല്ല മഴയും കൂടി വരുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ വിളിച്ചിട്ട് ചോദിക്കിങ്ങനെ. ഓക്കെ, ഡൺ. ഡാ കെവിനെ, നീ എന്തോ ആലോചിക്കുക? അതൊന്നുമില്ലടാ, ഇന്നലെ അവരവിടെ ആക്കിയിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് വിളിച്ചൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എന്തോ ഒരുമാതിരി. ആടാ, അത് ഞാനും ആലോചിച്ചു. അവർക്കാണെങ്കിൽ വരാൻ വഴി പോലും അറിയില്ല. ആകെ ഇവിടെ നമ്മളെ മാത്രമേ അവർക്ക് അറിയാവൂ. അതാടാ ഞാനും ആലോചിച്ചത്. എടാ കെവിനെ, ഇത് അവരാടാ വിളിക്കുന്നേ. എടാ നീ കോൾ എടുക്ക്. ഹലോ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ആടാ ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ഫോൺ എടുത്തതാ. ഓ, ആണോ? പിന്നെ ഞങ്ങളൊരു കാര്യം പറയാനാ വിളിച്ചത്. എന്താടാ പറ. അത് പിന്നെ ചേട്ടാ, ഞങ്ങൾക്ക് കോളേജിൽ പോകാനുള്ള വഴി ശരിക്കും അറിയില്ല. ഇന്നലെ നൈറ്റല്ലേ ഇങ്ങോട്ട് എത്തിയത്, അപ്പോൾ വഴി ഒന്നും ശ്രദ്ധിച്ചതുമില്ല, നല്ലോണം കണ്ടതുമില്ല. ഓ, അത് സാരമില്ലടാ, ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളെ കൂടി പിക്ക് ചെയ്യാം. ഓക്കെ. ഓ, താങ്ക് യു ചേട്ടാ. ഓ, അതൊന്നും സാരമില്ലടാ. ശരി, നമ്മൾ ഇറങ്ങുമ്പോൾ വിളിക്കാട്ടോ. ഓക്കെ. ഡാളിയ മതിയടാ നിന്റെ ഒരുക്കം. ഒന്ന് വാ, പോവാ. ഇപ്പൊ തന്നെ നല്ല ലേറ്റ് ആയി കേട്ടാ. ഒന്ന് പോയേടാ. എനിക്ക് ഹെസയുടെ മുമ്പിലാണെങ്കിൽ നല്ല ലുക്കായിട്ട് നിക്കാനുള്ളതാ. നീ ഒന്ന് പോയാണ്. നിന്നെ ഈ കോലത്തിൽ കണ്ടു കഴിഞ്ഞാ അവർ ഇംപ്രസ് ആവില്ല ചെയ്യുന്ന, പേടിച്ചോടും കണ്ട വഴി. ഓ, അവനൊരു വലിയ ഷാറൂഖ് ഖാൻ വന്നേക്കുന്നു. ഒന്ന് പോയേടാ. ഇന്ന് ഞാനൊരു കലക്കും മോനെ, നീ കണ്ടോ? ഹലോ ചേട്ടാ, നിങ്ങൾ ഇറങ്ങിയോ? ആടാ അതാ ഇപ്പൊ ഇറങ്ങും, ഒരു 5 മിനിറ്റ്. ആണോ? അല്ല, ഇപ്പൊ തന്നെ ലേറ്റ് ആണ്, പോയിട്ട് വേണം ഇനി ഹോസ്റ്റലൊക്കെ സെറ്റ് ചെയ്യാൻ. ആടതാ ഇറങ്ങി, ഒരു 5 മിനിറ്റിനകത്ത് അങ്ങ് എത്തും. ഓക്കെ ചേട്ടാ. ഡവാ മതി, പോവാ. ഓ, ദാ വരുന്നടാ. ഇതിന് അവരാന്ന് തോന്നുന്ന വരുന്നത്. ഡാ സോറിയടാ, ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി പോയി. നിങ്ങൾ റെഡിയല്ലേ? പോയാലോ? നമ്മളെപ്പോഴേ റെഡി. അയ്യോടാ, ഇതാ മഴ പെയ്യുന്നു. എല്ലാരും പെട്ടെന്ന് കേറ്. എടാ ഇന്നലെ നല്ലോണം ഉറങ്ങാൻ പറ്റിയല്ലോ? ഓക്കെ അല്ലായിരുന്നു റൂമൊക്കെ? ചേട്ടാ, നന്നായി ഇറങ്ങി. നിങ്ങളില്ലായിരുന്നെങ്കിൽ പെട്ടുപോയാൻ ഇന്നലെ. അല്ല, ഈ റൂട്ടില് ബസ്സൊക്കെ ഉള്ളതല്ലേ? ആടാ, ഉണ്ടല്ലോ. അപ്പൊ നാളെ തൊട്ട് നമ്മൾ ബസ്സിൽ വന്നോളാം. എടാ അത് കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഇറങ്ങുന്ന കൂട്ടത്തിൽ നിങ്ങളവിടെ പിക്ക് ചെയ്താ പോരെ?
അത് മാത്രമല്ല നിങ്ങൾക്കാണെങ്കിൽ ഇവിടുത്തെ വഴിയൊന്നും അറിയത്തുമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ബസ് റൂട്ടോട് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതല്ലേ. എപ്പോഴും ചേട്ടന്മാർക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മള് ബസ്സിൽ വന്നോളാം. അതൊക്കെ പോട്ടെ, നിങ്ങൾ രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല ചേട്ടാ, കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ചേട്ടാ, ഇവിടെ എവിടെയെങ്കിലും നല്ല ചായ കിട്ടുന്ന കടയുണ്ടോ? എനിക്കാണെങ്കിൽ രാവിലെ തൊട്ട് നല്ല തലവേദന. അയ്യോ ആണോടാ? എന്നാ ഇവിടെ അടുത്തൊരു കടയുണ്ട്, നമുക്കെന്നാ അങ്ങോട്ട് പോവാം. அண்ணே வந்து 4 டீ போட்டு கொடுங்கண்ணே. அப்புறம் கடிப்பாய் என்ன இருக்கு? ഇവരിത് എന്തോന്ന് പറയുന്ന കടിപ്പാന് ഈ പൊട്ടന്റെ കാര്യം. என்ன தம்பி கடிப்பானா? அது என்ன சாப்பாடா கேக்குற? അതല്ല അണ്ണേ, ചായ മുക്കി കടിക്കില്ലേ வந்து തിന്നാ ഉള്ളത്. ஐயோ அண்ணா, அவன் கேட்டது சாயையும் வடையும் தான். ஒரு 4 ஸ்ட்ராங் சாய, அப்புறம் வடை இருக்கா, நல்லா முறுமுறுன்னு 4 பருப்பு வடை எடுங்க அண்ணா. ஏடா பாட்டி. சரி தம்பி. എന്ത് ഫ്ലുവൻ്റ് ആയിട്ടാ ഏതൻ ചേട്ടൻ തമിഴ് സംസാരിക്കുന്നേ, അല്ലേ കെവിൻ ചേട്ടാ? അത് പിന്നെ ഞാൻ തമാശക്ക് മനഃപൂർവ്വം നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. ആക്ച്വലി ഐ ആം തമിഴൻ, യു നോ. ഇതാടാ നല്ല ചൂട് ചായയും വടയും. നമ്മുടെ കേരളത്തിൻ്റെ അത്ര പറ്റത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുടിക്കാനൊക്കെ പറ്റും. കുടിച്ചു നോക്കിയേ. നല്ല സൂപ്പർ ചായ, പഞ്ചസാരക്ക് കീറി കൃത്യം. ആ ശരിയാ. யாரத கெவனு ஏதனுமா? இது யாரு புதுசா 2 பொம்பளைங்க? ஓ டேய், நம்ம காலேஜுக்கு புதுசா 2 பேர் வந்திருக்க மாதிரி போல. கேரளா பொண்ணுங்க மாதிரி இருக்கியே. ரோக்கி, நீ ஓ லிமிட் க்ராஸ் பண்ற. ஒழுங்கா இங்க இருந்து போயிடு, இல்லைன்னா. ഓഹോ, കെവിൻ സാർ വന്നിട്ടാരോ? പുതിയ പിള്ളേർക്ക് നീയാണോ ഇപ്പൊ കാവല്? കെവിൻ, ഇത് ക്യാമ്പസിന്റെ വെളിയിലാണ്, നീ സൂക്ഷിച്ചോ. ഒഴുങ്കാ നീ ഇங்கிருந்து പോയിട് റോക്കി, ഇല്ലെങ്കിൽ നടக்கிறதே വേറെ. ഏതൻ, കെവിൻ, നിന്നെയൊക്കെ രണ്ടിനെ ഞാൻ കോളേജിൽ വെച്ച് കണ്ടോളാം. ആയിക്കോട്ടെ റോക്കി ബൈ, പൊക്കോളൂ. അയ്യോ ഏതൻ ചേട്ടാ, ആരാ ഇവരൊക്കെ? എനിക്ക് പേടിയാവുന്നു ചേട്ടാ. നമുക്ക് പോവാം, ഇവർ നമ്മളെന്തെങ്കിലും ചെയ്യും. ഓവറാക്കി ചളവാക്കാതെടി. ചുമ്മാ കാമഡി കാമഡി. കെവിൻ ചേട്ടാ, പ്രശ്നമൊന്നും വേണ്ട, നമുക്ക് കോളേജിലോട്ട് പോവാം. എവലിൻ, ഹെസ, നിങ്ങൾ ഇന്നും കണ്ട് പേടിക്കണ്ട. അവൻ കോളേജിൽ കുറച്ച് ബോക്സിനൊക്കെ അറിയാവുന്നതിൻ്റെ ഒരു ജാടയുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ നമ്മുടെ ക്ലാസ്സിൻ്റെ അപ്പുറത്തല്ലേ, നമ്മൾ നോക്കിക്കോളാം. എവലിൻ, ഹെസ, ഇതാണ് നമ്മുടെ ക്യാമ്പസ്. ക്യാമ്പസ് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇവിടെ നിന്ന് നേരെ ചെന്ന് ഫസ്റ്റ് ഫ്ലോറാണ് നിങ്ങളുടെ ക്ലാസ്. ഓക്കെ? ആ ശരി ഏട്ടാ, എന്നാ ഞങ്ങൾ പൊക്കോളാം. പിന്നെ രാവിലെ പിക്ക് ചെയ്യാൻ വന്നതിനും ചായ മേടിച്ചു തന്നതിനൊക്കെ താങ്ക് യു. അതിനെന്താ മോളെ, അതൊന്നും കുഴപ്പമില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നേരെ മുകളിലത്തെ നിലയിലേക്ക് പോര്, ഞങ്ങളുടെ ക്ലാസ് അവിടെയാണ്. പിന്നെ ആ റോക്കീനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അതൊന്നും കുഴപ്പമില്ല ഏട്ടാ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആടാ, ഓക്കെ. അല്ല, നിങ്ങൾ കേരളത്തിന്നാണ്? ഞാൻ തീയ തൃശ്ശൂര്, കണ്ടപ്പോഴേ തോന്നി മലയാളിയാണെന്ന്. ഹായ്, ഞാൻ മീര, ചെന്നൈയിലാണ്. പക്ഷെ അമ്മ മലയാളിയാണ്, അതുകൊണ്ട് എനിക്ക് മലയാളം നന്നായിട്ട് മനസ്സിലാവും. ആഹാ, സൂപ്പർ. നമ്മൾ
നമുക്ക് ക്ലാസ്സിൽ ആരെയും അറിയില്ലായിരുന്നു. നിങ്ങളെ കിട്ടിയതെന്തായാലും കാര്യമായി. പിന്നെ ഞാൻ ഹെസ. ഞാൻ എവലിൻ. ഇതെന്റെ സിസ്റ്ററാണ്. നമ്മള് ജെൻസാണ്.